നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ഡെറിവേഷൻസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 3 ഡെറിവേഷൻസ് ആണുള്ളത്. ഒന്ന് യൂണിഫോം, ദെൻ അതേപോലെ തന്നെ എക്സ്പോണൻഷ്യല്, പിന്നെ ഒരു മെമ്മറിലെസ് പ്രോപ്പർട്ടി. ഈ 3 നമുക്ക് ഡെറിവേഷൻ ആയിട്ടുള്ളത്. സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്കൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാണാറുള്ളത്. നമുക്ക് യൂണിഫോമിൻ്റെ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്കറിയാം. f(x) എന്ന് പറയുന്നത് 1/b - a ആണ്. ഇൻ്റർവെല് a <x b ആണ്. ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ സിഗ്മ യൂസ് ചെയ്തതിന് പകരമൊക്കെ ഇൻ്റഗ്രേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് മൊഡ്യൂളിൽ പോയ്സോണും ബൈനോമിയലും നമ്മൾ x>0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്മ 0 to ∞ എടുത്തത്. പക്ഷെ ഇവിടുത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് a to b ആണ്, ലിമിറ്റ് a to b ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ആവശ്യം വരുന്നൊരു ഫോർമുലയാണ് b³ - a³. അപ്പം അതും കൂടി ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. b³ - a³ എന്ന് പറയുന്നത് b - a × a² + ab + b². എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b, ലിമിറ്റ് a യും b യും ആയതുകൊണ്ടാണ് അവിടെ ഇൻഫിനിറ്റി ഒന്നും വരുന്നില്ല. a to b x × f(x) dx ആണ് വരുന്നത്. നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b x × f(x) എന്ന് പറയുന്നത് എന്താ? 1/b - a dx. ദാറ്റ് ഈസ് അവിടെ 1/b - a കോൺസ്റ്റന്റ് ആണ്. x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x²/2 ആണ്, ലിമിറ്റ് a to b. നമുക്ക് എന്ത് ചെയ്യാം? 1/b - a b over b² - a²/2. b² - a² നമുക്ക് എങ്ങനെ എഴുതാം? 1/b - a × b - a × b + a. b² - a² സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു b - a യും b - a യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് b + a/2. അല്ലെങ്കിൽ തിരിച്ചു പറയാം a + b/2 എന്നും പറയാം, b + a/2 എന്നും പറയാം. Then വേരിയൻസ് ഓഫ് x കാണുന്നതിന് പകരം എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ് കാണുന്നത്. എന്നിട്ടാണ് നമുക്ക് വേരിയൻസ് കാണുന്നുള്ളൂ. x × 1/x², 1/b - a dx. ഇവിടെ നമ്മൾ x² ബൈനോമിയൽ പോയ്സോൺ ചെയ്ത പോലെ x × x - 1 + x ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ചെയ്യാം. 1/b - a × x² ന്റെ ഇന്റഗ്രൽ x³ ലിമിറ്റ് a to b. That is 1/b - a × b³ - a³/3. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് b³ - a³ ന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 1/b - a × b - a × a² + ab + b²/3. അവിടെ b - a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a² + ab + b²/3 ആണ് എക്സ്പെക്ടേഷൻ ഓഫ് x² കിട്ടുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ വേരിയൻസ് ഓഫ് x ന്റെ ഫോർമുല എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് x² - എക്സ്പെക്ടേഷൻ ഓഫ് x (2), അതായത് a² + ab + b²/3 ൽ നിന്ന് എക്സ്പെക്ടേഷൻ ഓഫ് x കിട്ടിയത് b + a/2 അല്ലേ? അപ്പോൾ b + a/2 2. നമുക്കവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് x വാല്യൂ വരുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം b - a² / 2 ആയിരിക്കും. ഇത് /2 2 ചെയ്യുമ്പോൾ 4 ആയിട്ട് മാറും. ക്രോസ് മൾട്ടിപ്ലൈ 4 × e ടൈംസ് -3 × e ടൈംസ് ഡിവൈഡഡ് ബൈ 3 × 4 12. ക്യാൻസൽ ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക. ക്യാൻസൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് b - a² / 2 ആണ്. അവിടുത്തെ മീൻ എന്ന് പറയുന്നത് b + a/2 ഉം വേരിയൻസ് എന്ന് പറയുന്നത് b - a² / 12 ഉം ആണ്.